ഒരു മാസം മുമ്പ് ഞാനൊരു അൾട്ടിമേറ്റം തന്നിരുന്നു. തന്നതല്ല, നീ ചോദിച്ചു വാങ്ങിയതാ. 2 ആഴ്ചത്തെ കാലാവധി. ഇന്നലെ അത് തീർന്നു. ഇത് 15ാമത്തെ ദിവസമാ. ഓർമ്മയുണ്ടോ നിനക്ക്? ഞാനൊന്നും ഏറ്റിട്ടില്ല. എനിക്കൊന്നും അറിയാനും വയ്യ. നിന്റെ അഡ്വൈസർ ഉണ്ടല്ലോ, ഹോം നേഴ്സ്, അവളാ പറഞ്ഞത് 2 ആഴ്ച സമയം തന്നാ എല്ലാം ശരിയാക്കാവുന്ന. എന്നാ രവിയെങ്കിലും ഹോം നേഴ്സിനോട് പോയി ചോദിക്കേ. എനിക്ക് വേറെ ഒരുത്തിയോടും ചോദിക്കണ്ട, നിന്നോട് മാത്രം ചോദിച്ചാ മതി. അവളല്ല എന്റെ കുഞ്ഞിന്റെ അമ്മ, നീയാ. അതിനിപ്പോ ഞാൻ എന്ത് വേണോന്ന് രവിയെങ്കിലും പറയുന്നേ? ഈ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഒരു കാറ് കണ്ടാൽ ഉടനെ ഞാൻ രവിയെങ്കിലിന്റെ കൂടെ ചാടി ഇറങ്ങി പോരുമെന്ന് കരുതിയോ? അതിന്റെ കുറവ് കൊണ്ടാണോ ഞാൻ ഇതുവരെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ? എല്ലാം ഒരുക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ഫ്ലാറ്റിൽ ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും: ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് കണക്ഷൻ, സ്റ്റൗ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്രൈൻഡർ, ഫാമിലി കോട്ട്, കുഞ്ഞിന് തൊട്ടിൽ, കളിപ്പാട്ടങ്ങൾ, അടുക്കള പാത്രങ്ങൾ, പ്രഷർ കുക്കറുകൾ, മീൽ സേഫ്, കിച്ചൺ ക്യാബിനറ്റ്, റൂമിൽ വാർഡ്രോബുകൾ, മാസ്റ്റർ ബെഡ്റൂമിൽ AC. നിന്റെ കോന്തൻ ഭർത്താവ് ശരത്ചന്ദ്രൻ ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ ഇല്ലാത്തതും കൂടി ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടോടി ഇത്രയും സൗകര്യങ്ങൾ? ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും വിലപ്പെട്ട സംഗതി മാത്രം ഞാൻ കണ്ടില്ല. അതെന്താണെന്ന് പറ, അതും വാങ്ങാം. അല്പം മനുഷ്യത്വം. അതെവിടെയും വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. അതിനാദ്യം വേണ്ടത് മനസാക്ഷിയാ. അത് രണ്ടും എനിക്കുണ്ടോ ഇല്ലയോന്ന് നിനക്ക് പണ്ടേ അറിയായിരുന്നല്ലോ. ഇന്നോ ഇന്നലെയോ നിന്റെ മുമ്പിലോട്ട് പൊട്ടി വീണ അവതാര പുരുഷനൊന്നും അല്ലല്ലോ ഞാൻ. ഏറ്റവും ചുരുങ്ങിയത് 4 വർഷത്തെ അടുത്ത പരിചയം നിനക്ക് ലടി ഞാനുമായിട്ട്. ഈ 4 വർഷവും നിനക്ക് മനസ്സിലായില്ലായിരുന്നോ എനിക്ക് മനുഷ്യത്വവും മനസാക്ഷിയും ഇല്ല എന്ന്? ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ തെറ്റ്, നിങ്ങളുടേതല്ല. എന്നെ പോലത്തെ ചില പൊട്ടിപ്പെണ്ണുങ്ങൾ മനസ്സിലാക്കാൻ വർഷങ്ങളെടുക്കും. ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് കൂടെ ഉള്ളതെന്ന്. ഞാൻ അങ്ങനെ ഒരുത്തി ആയി പോയത് എന്റെ തെറ്റ്, സമ്മതിച്ചു. പക്ഷേ അതിന്റെ പേരിൽ എന്റെ ഇനിയുള്ള ജീവിതം ഏത് നരകത്തിലോട്ട് വേണമെങ്കിലും വലിച്ചഴിച്ചോണ്ട് പോകാമെന്ന് വിചാരിക്കണ്ട. എന്റെ കൂടെയുള്ള ജീവിതമാണോടെ നിനക്ക് നരകം, അതോ ശരത്ചന്ദ്രന്റെ കൂടെയുള്ള ജീവിതോ? എടീ, നീ പറഞ്ഞ മനസാക്ഷി വച്ചൊന്ന് ആലോചിച്ച് നോക്ക്.